ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു ഇൻഫോ ടോക്ക് ഷോ. നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ വന്നിരിക്കുന്നത് PSC മുൻ വർഷങ്ങളിലായി ചോദിച്ച ചോദ്യങ്ങളും കൊണ്ടാണ്. അപ്പോൾ ഈ ഒരു ചോദ്യത്തിൽ നിന്നും പലതും റിപ്പീറ്റായിട്ട് ചോദിച്ച ചോദ്യങ്ങളാണ്. അപ്പോൾ മുഴുവനായിട്ടും വീഡിയോ കാണുക. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഒക്കെ കമൻറ്റ് ചെയ്യണം. ആദ്യമായിട്ട് ഈ ഒരു ചാനൽ കാണുന്നവരുണ്ടെങ്കിൽ ഇപ്പോൾ തന്നെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചോളൂ. നിങ്ങൾക്ക് യൂസ്ഫുൾ ആവുന്ന വീഡിയോസ് തീർച്ചയായിട്ടും ലഭിക്കുന്നതായിരിക്കും. അപ്പോൾ വീഡിയോ മിസ്സാക്കാതെ ഫുള്ളായിട്ടും കാണണം. കാരണം അടുത്ത എക്സാമിന് ഏതെങ്കിലും ഒരു ചോദ്യം വരികയാണെങ്കിൽ നമുക്കത് വളരെ ഉപകാരപ്പെടുന്നതായിരിക്കും. അപ്പോൾ നമുക്ക് ഓരോ ചോദ്യങ്ങളായിട്ട് നോക്കിയാലോ. കേരളത്തിലെ ഏറ്റവും നീളം കൂടിയ നദി. കേരളത്തിലെ ഏറ്റവും നീളം കൂടിയ നദി ഏതാണ്? കേരളത്തിലെ ഏറ്റവും നീളം കൂടിയ നദിയാണ് പെരിയാർ. എല്ലാവർക്കും അറിയായിരിക്കും കേരളത്തിലെ ഏറ്റവും നീളം കൂടിയ നദി പെരിയാർ. അടുത്ത ചോദ്യം, ഇരവികുളം ദേശീയ പാർക്കിൽ സംരക്ഷിക്കപ്പെടുന്ന മൃഗം. ഇരവികുളം ദേശീയ പാർക്കിൽ സംരക്ഷിക്കപ്പെടുന്ന മൃഗം. ഉത്തരം വരയാടാണ്. ഇരവികുളം ദേശീയ പാർക്കിൽ സംരക്ഷിക്കപ്പെടുന്ന മൃഗമാണ് വരയാട്. അടുത്ത ചോദ്യം നോക്കൂ. ജാതി വേണ്ട, മതം വേണ്ട, ദൈവം വേണ്ട മനുഷ്യന്. ഇത് പറഞ്ഞതാര്? ജാതി വേണ്ട, മതം വേണ്ട, ദൈവം വേണ്ട മനുഷ്യന്. ഇത് പറഞ്ഞതാര്? ഉത്തരം സഹോദരൻ അയ്യപ്പൻ. ജാതി വേണ്ട, മതം വേണ്ട, ദൈവം വേണ്ട മനുഷ്യന്. ഇത് പറഞ്ഞിരിക്കുന്നത് സഹോദരൻ അയ്യപ്പനാണ്. അടുത്തത്, കേരളത്തിലെ ആദ്യത്തെ പത്രം. കേരളത്തിലെ ആദ്യത്തെ പത്രം. ഉത്തരം ഇതാണ്, രാജ്യസമാചാരം. കേരളത്തിലെ ആദ്യത്തെ പത്രം ഏതാണ്? രാജ്യസമാചാരം. മറന്നു പോകരുത്, കേരളത്തിലെ ആദ്യത്തെ പത്രം രാജ്യസമാചാരം. അടുത്തത്, ഗാന്ധിജി ആദ്യമായി കേരളം സന്ദർശിച്ചതെന്ന്. ഗാന്ധിജി ആദ്യമായി കേരളം സന്ദർശിച്ചതെന്ന്. ഉത്തരം ഓപ്ഷൻ എ ആണ്, 1920. ഗാന്ധിജി ആദ്യമായി കേരളം സന്ദർശിച്ചത് 1920. നമുക്കിനി അടുത്ത ചോദ്യം നോക്കാം. ഇന്ത്യയിലെ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടി. ഇന്ത്യയിലെ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടി. ഉത്തരം ഓപ്ഷൻ ബി ആണ്, ഗോഡ്വിൻ ഓസ്റ്റിൻ. ഇന്ത്യയിലെ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടിയാണ് ഗോഡ്വിൻ ഓസ്റ്റിൻ. അടുത്ത ചോദ്യം, ഹിരാക്കുഡ് നദീതട പദ്ധതി ഏത് നദിയിലാണ്? ഹിരാക്കുഡ് നദീതട പദ്ധതി ഏത് നദിയിലാണ്? ഉത്തരം ഓപ്ഷൻ സി ആണ്, മഹാനദി. ഹിരാക്കുഡ് നദീതട പദ്ധതി ഏത് നദിയിലാണ്? മഹാനദിയിലാണ്. നമുക്കിനി അടുത്ത ചോദ്യം നോക്കാം. ലക്ഷദ്വീപിൻ്റെ ആസ്ഥാനം. ലക്ഷദ്വീപിൻ്റെ ആസ്ഥാനം. ഉത്തരം ഓപ്ഷൻ ഡി ആണ്, കവരത്തി. ലക്ഷദ്വീപിൻ്റെ ആസ്ഥാനമാണ് കവരത്തി. ഓരോ ചോദ്യം വായിക്കുമ്പോഴും അതിൻ്റെ ഉത്തരം നിങ്ങളൊന്ന് ഗസ് ചെയ്യാൻ ശ്രമിക്കുക കേട്ടോ. അപ്പോൾ ഇതുവരെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് നിങ്ങൾ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്നതെങ്കിൽ ഇപ്പോൾ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചേക്കും കേട്ടോ. ഓക്കെ, ഇനി നമുക്ക് അടുത്ത ചോദ്യം നോക്കാം. വാസ്കോഡ ഗാമ ആദ്യമായി കോഴിക്കോട്ടെത്തിയ വർഷം. വാസ്കോഡ ഗാമ ആദ്യമായി കോഴിക്കോട്ടെത്തിയ വർഷം. ഉത്തരം 1498. വാസ്കോഡ ഗാമ ആദ്യമായി കോഴിക്കോടെത്തിയത് 1498. അടുത്തത്, ഏത് ഉടമ്പടിയിലൂടെയാണ് മലബാറിൻ്റെ അധികാരം മൈസൂർ സുൽത്താനിൽ നിന്ന് ബ്രിട്ടീഷുകാർക്ക് കൈമാറിയത്? ഏത് ഉടമ്പടിയിലൂടെയാണ് മലബാറിൻ്റെ അധികാരം മൈസൂർ സുൽത്താനിൽ നിന്ന് ബ്രിട്ടീഷുകാർക്ക് കൈമാറിയത്? ഉത്തരം ഓപ്ഷൻ സി ആണ്, ശ്രീരംഗപട്ടണം ഉടമ്പടി. ശ്രീരംഗപട്ടണം ഉടമ്പടിയിലൂടെയാണ് മലബാറിൻ്റെ അധികാരം മൈസൂർ സുൽത്താനിൽ നിന്ന് ബ്രിട്ടീഷുകാരിലേക്ക് കൈമാറ്റി എത്തിയത്. അടുത്ത ചോദ്യം, കേരളത്തിലെ ഏത് സാമൂഹിക പരിഷ്കർത്താവാണ് ആത്മോപദേശ ശതകം എഴുതിയത്? കേരളത്തിലെ ഏത് സാമൂഹിക പരിഷ്കർത്താവാണ് ആത്മോപദേശ ശതകം എഴുതിയത്?
ഉത്തരം ഇതാണ് ഓപ്ഷൻ ഡി, ശ്രീനാരായണ ഗുരു. കേരളത്തിലെ ഏത് സാമൂഹിക പരിഷ്കർത്താവാണ് ആത്മോപദേശ ശതകം എഴുതിയത്? ശ്രീനാരായണ ഗുരുവാണ്. നമുക്കിനി അടുത്ത ചോദ്യം നോക്കാം. കേരള ഗാന്ധി എന്നറിയപ്പെടുന്നത് ആരാണ്? കേരള ഗാന്ധി എന്നറിയപ്പെടുന്നത് ആരാണ്? ഉത്തരം എല്ലാവർക്കും അറിയായിരിക്കും, കെ കേളപ്പനാണ്. കേരള ഗാന്ധി എന്നറിയപ്പെടുന്നത് കെ കേളപ്പൻ. അടുത്ത ചോദ്യം. ഏത് സാമൂഹ്യ പരിഷ്കർത്താവാണ് രാമകൃഷ്ണ മിഷൻ സ്ഥാപിച്ചത്? ഏത് സാമൂഹ്യ പരിഷ്കർത്താവാണ് രാമകൃഷ്ണ മിഷൻ സ്ഥാപിച്ചത്? ഉത്തരം ഇതാണ് ഓപ്ഷൻ ബി, വിവേകാനന്ദൻ. ആരാണ് രാമകൃഷ്ണ മിഷൻ സ്ഥാപിച്ചത്? വിവേകാനന്ദനാണ് രാമകൃഷ്ണ മിഷൻ സ്ഥാപിക്കുന്നത്. നമുക്കിനി അടുത്ത ചോദ്യം നോക്കാം. ഇന്ത്യയിലെ ബ്രിട്ടീഷ് സാമ്പത്തിക ചൂഷണത്തിനെതിരെ ഡ്രെയിൻ സിദ്ധാന്തം അവതരിപ്പിച്ച ദേശീയവാദി. ഇന്ത്യയിലെ ബ്രിട്ടീഷ് സാമ്പത്തിക ചൂഷണത്തിനെതിരെ ഡ്രെയിൻ സിദ്ധാന്തം അവതരിപ്പിച്ച ദേശീയവാദി. ഉത്തരം ഇതാണ് ദാദാഭായ് നവറോജി. നമുക്കിനി അടുത്ത ചോദ്യത്തിലേക്ക് കടക്കാം. ബാസ്റ്റിലിൻ്റെ പതനം ഏത് വിപ്ലവവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ബാസ്റ്റിലിൻ്റെ പതനം ഏത് വിപ്ലവവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ഉത്തരം ഓപ്ഷൻ എ ആണ്, ഫ്രഞ്ച് വിപ്ലവം. അടുത്ത ചോദ്യം ഇതാണ്. 1953 സംസ്ഥാന പുനഃസംഘടനാ കമ്മീഷൻ്റെ ചെയർമാനായി പ്രവർത്തിച്ചത് ആര്? 1953 സംസ്ഥാന പുനഃസംഘടനാ കമ്മീഷൻ്റെ ചെയർമാനായി പ്രവർത്തിച്ചത് ആര്? ഉത്തരം നോക്കിക്കോളൂ. ഓപ്ഷൻ സി ആണ്, ഫസൽ അലി. ആരാണ്? ഫസൽ അലി. അടുത്ത ചോദ്യം നോക്കാം. 1999 കാർഗിൽ യുദ്ധം ഇന്ത്യക്കും പാകിസ്ഥാനുമിടയിൽ ഡാഷ് എന്നും അറിയപ്പെടുന്നു. 1999 കാർഗിൽ യുദ്ധം ഇന്ത്യക്കും പാകിസ്ഥാനുമിടയിൽ എന്തായിട്ടാണ് അറിയപ്പെടുന്നത്? ഉത്തരം ഓപ്ഷൻ എ ആണ്, ഓപ്പറേഷൻ വിജയ്. അപ്പോൾ ഫ്രണ്ട്സ്, ഇനി നിങ്ങൾക്കായൊരു സ്പെഷ്യൽ ക്വസ്റ്റ്യനാണ് തന്നിരിക്കുന്നത്. ചോദ്യം ഇതാണ്. കേരള ചോസർ എന്നറിയപ്പെടുന്നത് ആരാണ്? കേരള ചോസർ എന്നറിയപ്പെടുന്നത് ആരാണ്? ഓപ്ഷൻസ് ഇതൊക്കെയാണ്. എഴുത്തച്ഛൻ, ചെറുശ്ശേരി, ചീരാമകവി, രാമപ്പണിക്കർ. ഇതിൽ ശരിയായ ഉത്തരം ഏതാണെന്ന് നിങ്ങളെല്ലാവരും കമൻറ്റ് ചെയ്യുക. ഒപ്പം നിങ്ങളുടെ പേരും കൂടെ ആഡ് ചെയ്യാൻ മറക്കണ്ട. അപ്പോൾ കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ നിങ്ങൾക്കായി തന്ന സ്പെഷ്യൽ ക്വസ്റ്റ്യൻ ഇതായിരുന്നു. സൂര്യനോട് ഏറ്റവും അടുത്ത് സ്ഥിതി ചെയ്യുന്ന ഗ്രഹം. അപ്പോൾ ഇതിൻ്റെ ശരിയായ ഉത്തരം ബുധനാണ്. ശരിയായ ഉത്തരം ബുധനാണ്. ശരിയായ ഉത്തരം കമൻറ്റ് ചെയ്തവരുടെ ലിസ്റ്റാണ് ഇപ്പോൾ തന്നിരിക്കുന്നത്. എല്ലാവർക്കും കൺഗ്രാറ്റ്സ്. ഇനിയും നമ്മുടെ ചോദ്യങ്ങൾക്ക് നിങ്ങൾ ഉത്തരം കമൻറ്റ് ചെയ്യണം. അപ്പോൾ ഇതുപോലെ കൂടുതൽ വീഡിയോസ് ആവശ്യമാണെങ്കിൽ നമ്മുടെ ചാനലൊന്ന് ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്തോളൂ. മറ്റൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്.